ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിച്ചീസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ട് പോവാന്ന് വെച്ചാൽ, പ്രവീൺ ജോലിക്ക് പോവാണ്. ഞാൻ എവിടെ പോവാന്ന് വെച്ചാൽ, എവിടെ പോവാ? ഞാൻ നാട്ടിൽ പോവാനുള്ള വെളുപ്പിക്കാൻ വേണ്ടി പോണതാണ്. അങ്ങനെയല്ലേ ഗൈസ്, നോക്കേ എൻ്റെ മുടിയൊക്കെ ഫുള്ള് നരച്ച് ആകെ കുളമായിട്ടിരിക്കുക. മുടിയൊക്കെ കട്ട് ചെയ്തിട്ട് കുറേ നാളെ. സോ നമ്മൾ ചെറിയൊരു മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്. വലുതായിട്ടൊന്നുമില്ല, ചെറിയ രീതിയിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. പ്രവീൺ പറഞ്ഞ പോലെ നാട്ടിൽ പോകുമ്പോൾ കുറച്ച് വൃത്തിയിലൊക്കെ പോകണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് അവിടെ ചെന്നിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് വന്നപ്പോൾ തന്നെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ ഐബ്രോസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആക്ച്വലി വന്നപ്പോൾ തന്നെ അവിടുത്തെ ചേച്ചീനെയൊക്കെ പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ചു. പക്ഷേ സമയം ഒട്ടും തന്നെ ഇല്ലായിരുന്നു, കാരണം റമദാനല്ലേ. അതുകൊണ്ട് വെറുതെ സമയം കളയേണ്ട. അവർ ഫാസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ വരാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യായിരുന്നു. സോ വന്നു, ഐബ്രോസ് ഒക്കെ എടുത്തു, നല്ല അടിപൊളിയായിട്ട് എടുത്ത് തന്നിട്ടുണ്ട്. ഇനി അടുത്തത് കുറേ നാൾക്ക് ശേഷമാണ് ഗൈസ് മുടി വെട്ടാൻ പോകുന്നത്. എങ്ങനെയാണ് വെട്ടേണ്ടതെന്നൊക്കെ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതനുസരിച്ചാണ് ചേച്ചി എൻ്റെ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചേച്ചിയെ കുറിച്ചിട്ടൊക്കെ ഞാൻ ലാസ്റ്റിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് ഓൾറെഡി ഈ ചേച്ചീനെ നല്ല പരിചയമുള്ള ചേച്ചി തന്നെയാണ്. അപ്പോൾ ആ ചേച്ചിയുടെ സ്വന്തം ബ്യൂട്ടി പാർലറാണിത്. അപ്പം ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നതും. അപ്പം വരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് വേണ്ടിയെന്നുള്ളത്. സോ നമുക്ക് വന്നപ്പോൾ തന്നെ വലിയ കൺഫ്യൂഷൻസോ ഡിസ്കഷനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വന്നപ്പോൾ തന്നെ പരിപാടികൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഐബ്രോസ് എടുത്തു കഴിഞ്ഞു, പിന്നെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം ഞാൻ ബട്ടർഫ്ലൈ കട്ടാണ് ചേച്ചിയോട് പറഞ്ഞത് എനിക്ക് വേണം എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചാണ് ചേച്ചി മുടി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഹെയർ കട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തു കേട്ടോ. എനിക്ക് കുറേ നാൾക്ക് ശേഷമാണ് ഹെയർ കട്ട് ചെയ്തത്. എൻ്റെ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് കട്ട് ചെയ്യാനും നല്ല എളുപ്പമായിരുന്നു. അപ്പോൾ ബട്ടർഫ്ലൈ കട്ടൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ നോർമലി എല്ലാ പ്രാവശ്യവും നാട്ടിൽ പോകുമ്പം ഹെയർ കളറാണ് ചെയ്യാറുള്ളത്. ഒന്നിൽ ഹൈലൈറ്റ്സ് മാത്രം ചെയ്യും, ഇല്ലെങ്കിൽ ഫുൾ ഹെയർ കളർ ചെയ്യും. സോ ഈ പ്രാവശ്യം അതൊന്നും ചെയ്യുന്നില്ല. ഈ പ്രാവശ്യം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി നമുക്ക് തലയ്ക്ക് മുടിക്ക് ഫുള്ള് ഹെന്ന ഇടാം എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഓക്കെ നമുക്ക് ഫുള്ള് മുടിക്ക് ഹെന്ന അടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹെന്ന ഇടാൻ വേണ്ടിയിട്ട് ചേച്ചി ഭയങ്കര സ്പീഡിലാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം ചേച്ചി ഫാസ്റ്റിംഗ് ആയിരുന്നു. അപ്പം എൻ്റെ ഈ മെയിനായിട്ടുള്ള മുടിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ചേച്ചിക്ക് വീട്ടിൽ പോയി ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ധൃതിയിലാണ് ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേ നാൾക്ക് ശേഷം ചേച്ചീനെ കണ്ടതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നതും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ തന്നെ എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ടിൽ അവർ സോങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നത്. ആ ഒരു സോങ്ങിൽ ഞാൻ എൻ്റെ വോയിസും കൂടി വന്നാൽ എന്തായാലും 200% കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പം വോയിസ് ഓവർ കൊടുക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നത്. ബട്ട് എനിവേസ് ഇറ്റ് വാസ് നൈസ്. ഓക്കെ, പാട്ടൊക്കെ ഇട്ട് ആസ്വദിച്ച് നമ്മളൊന്ന് ബ്യൂട്ടിഫുൾ ആവുന്ന ഒരു രസമല്ലേ ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പറഞ്ഞായിരുന്നെങ്കിൽ അവർ ഉറപ്പായിട്ടും മ്യൂസിക്കൊക്കെ നിർത്തിയേനെ. പക്ഷെ ഞാൻ അതിന് പറഞ്ഞില്ല. ആ മ്യൂസിക് കേട്ടുകൊണ്ട് തന്നെ, ആ സോങ്ങൊക്കെ കേട്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ആസ്വദിച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു നമ്മുടെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഹെന്ന ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ഹെയറിന് അവർ ഇങ്ങനെ ഹെന്ന ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇട്ട് കഴിഞ്ഞിട്ട് നല്ല രസമാണ് കേട്ടോ ഗൈസ് കാണാൻ. നിങ്ങളിത് തീർച്ചയായിട്ടും കാണും എൻ്റെ ഹെന്ന ഇട്ട് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നമ്മൾ പാതി വഴി എത്തിയിട്ടുണ്ട്. ഇപ്പം നല്ല രസമല്ലേ, മുടിയുടെ നടുക്കൊരു തൊപ്പി വെച്ച അവസ്ഥയാണ്. ഇത് ഫുൾ അടിച്ച് കഴിഞ്ഞിട്ടാണ് കാണേണ്ടത്. അത് ഫസ്റ്റായിട്ട് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഞാൻ ഇതിനായിട്ടും എൻ്റെ മുടിക്ക് ഞാൻ ഫുൾ ഹെന്ന അടിച്ചിട്ടില്ല. ഒന്നിൽ ഫ്രണ്ട് ഭാഗം മാത്രമായിട്ട് ഹെന്ന അടിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ഇതിനായിട്ടും ഹെന്ന അടിച്ചിട്ടില്ല. സോ ഐ തിങ്ക് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഞാനിങ്ങനെ എൻ്റെ ഫുൾ ഹെയർ ഹെന്ന ചെയ്യുന്നത്. പക്ഷേ ഹെന്ന അടിക്കുന്നത് നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്. മുടിക്ക് തലയ്ക്കൊക്കെ നല്ലൊരു തണുപ്പ് കിട്ടും. പിന്നെ ഈ കളറെന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് കെമിക്കലും കാര്യങ്ങളൊക്കെയാണല്ലേ ഈ ഹെന്നയിൽ. അതുകൊണ്ടോ എനിക്കറിയത്തില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോയെ. ഓക്കെ, അപ്പം നമ്മളെന്തായിരുന്നു ഹെന്ന. അപ്പോൾ അങ്ങനെ ഹെന്ന ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി കസ്റ്റമേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 2-3 കസ്റ്റമേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ റമദാൻ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ്
കുറച്ച് തിരക്കൊക്കെ വരുന്നത്. ഞാനൊരു ഉച്ച നേരത്തൊക്കെയാണ് ചെന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എണ്ണ അടിച്ച് ഇപ്പം തീരുവേ. അപ്പം ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ എണ്ണ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് ഗൈസ്. നല്ല രസമല്ലേ? ഞാൻ തന്നെ ഇത് കണ്ടിട്ട് ഇത് ആരുടെ എന്നുള്ളൊരു ചോദ്യമായിപ്പോയി. വല്ലാത്തൊരു എന്താ ഇതിനും ഞാനിപ്പോൾ ഒന്ന് പറയാം. എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എണ്ണ ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് ഫേഷ്യലിൻ്റെ പരിപാടിയായിരുന്നു. പക്ഷേ ഫേഷ്യൽ സമയത്ത് ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ ആളില്ലായിരുന്നു. പിന്നെ ഫേഷ്യൽ ചെയ്തുകൊണ്ടിരുന്നപ്പം നമ്മുടെ അവർ തന്ന ഒരു ഡ്രസ്സാണ് ഇട്ടുകൊണ്ടിരുന്നത്. സോ ഐ വാസ് നോട്ട് കംഫർട്ടബിൾ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുള്ള വീഡിയോ എടുക്കാനായിട്ട്. സോ ഞാൻ എടുത്തില്ല. അപ്പോൾ ഇതിപ്പം ഫേഷ്യൽ എടുത്ത് കഴിഞ്ഞിട്ട് ഹെയർ വാഷിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിങ്ങനെ ഇരിക്കുന്നത്. ഫേഷ്യൽ ഞാൻ ചെയ്തത് ഫ്രൂട്ട്സിൻ്റെ ഫേഷ്യലായിരുന്നു ചെയ്തത് കേട്ടോ. എനിക്കല്ലാത്ത ഒരു ഫേഷ്യലും എനിക്ക് തീരെ താല്പര്യമില്ല. ഞാൻ ഫ്രൂട്ട്സിൻ്റെ ഫേഷ്യലാണ് നോർമലി ചെയ്യാറുള്ളൂ. അതാകുമ്പം വലിയ പ്രശ്നങ്ങൾ എൻ്റെ സ്കിന്നിന് വരത്തില്ല. ഓക്കെ, സോ ഫ്രൂട്ടിൻ്റെ ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ അവർ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ കിടക്കുകയാണ്. അപ്പം ഹെയർ വാഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നന്നായിട്ട് ഞാൻ അതിൻ്റെ കുറച്ച് സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ എണ്ണയുടെ. അപ്പോൾ അവർ ഷാമ്പൂ ഒക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് തന്നു. എന്നാലും ചെറിയ സ്മെല്ല് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഹെയർ ഡ്രയർ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും പോയി, ഞാൻ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മറ്റു ചേച്ചിയും വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇവർ രണ്ടാളും കൂടിയിട്ടാണ് എൻ്റെ ഹെയർ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാളും മത്സരിച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി ഹെയർ ഡ്രയർ ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ ട്രാവലിംഗ് ആണ്. സോ എൻ്റെ ഹെയർ ഒന്ന് സെറ്റാക്കി തരണം, സോ ദാറ്റ് എനിക്ക് രാവിലെ അങ്ങനെ എണീറ്റ് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവരതൊക്കെ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഹെയർ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഹെയറിലോട്ട് നമുക്ക് എന്താ പറയുക സെറ്റ് ചെയ്യാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞിപ്പം ഈ പുള്ളിക്കാരത്തെയാണ് നമ്മുടെ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഹെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ ഗൈസ്, നമ്മുടെ ഹെയർ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അറ്റ് ലാസ്റ്റ് അവർ കുറച്ച് സിറം കൂടി നമ്മുടെ ഹെയറിൽ ഞാൻ പറഞ്ഞിട്ടാണ് അവർ ചെയ്തത്. ബിക്കോസ് എൻ്റെ ഹെയർ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുകയായിരുന്നു. സോ അതനുസരിച്ചാണ് അവർ ഹെയർ സിറം ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ചെയ്ത് തന്നത്. സോ ഗൈസ്, നമ്മുടെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ട്? കുറച്ച് ബ്യൂട്ടിഫുൾ ആയില്ലേ? അല്ലെങ്കിലും ഞാൻ ബ്യൂട്ടിഫുൾ ആണ്, എന്നാലും കുറച്ചും കൂടി ഒരു ബ്യൂട്ടിഫുൾ ആയില്ലേ ഞാനിപ്പം? ഹെയർ കട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർ ചെയ്ത് തന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം കാരണം അതിൻ്റെ അടിവശത്ത് മാത്രം കുറച്ച് കേൾസ് ആക്കി തന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം നോർമലായിട്ട് ഹെയർ സെറ്റ് ചെയ്ത് തന്നു. എനിക്കിഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എങ്ങനെ ഉണ്ട് ഗൈസ്? സൂപ്പർ ആയില്ലേ? ഇപ്പോൾ എന്നെ കാണാൻ സുന്ദരി ആയില്ലേ ഗൈസ്? ഓക്കെ, അപ്പം ഇതിൻ്റെ ആസ് ഐ ടോൾഡ് വീഡിയോ എടുക്കാനായിട്ട് ആരും ഇല്ലായിരുന്നു ബാക്ക് സൈഡിൽ. അപ്പം ഞാൻ ആ സമയത്തേക്ക് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിയോട് ഞാൻ മുടിയുടെ ബാക്ക് ഒന്ന് എടുത്ത് തരണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് ഇപ്പം മുടിയുടെ ഹെയറിൻ്റെ ബാക്ക് എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? അടിപൊളിയായിട്ടില്ലേ? എനിക്ക് തന്നെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ ഗൈസ്, എൻ്റെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് ചേച്ചി. ചേച്ചിയുടെ ബ്യൂട്ടി പാർലറാണിത്. എനിക്ക് ചേച്ചിയായിട്ട് പരിചയമുണ്ട്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. നല്ല അടിപൊളി സർവീസാണ്. ഓക്കെ, ഇപ്പോൾ റമദാൻ്റെ ഒക്കെ ഓഫറില്ല ചേച്ചി? ഓക്കെ, റമദാൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പം ഒന്നും ചിന്തിക്കണ്ട, നേരെ ഇങ്ങോട്ട് പോന്നോ അല്ലേ ചേച്ചി? ഓക്കെ, അപ്പോൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് ചേച്ചി. എനിക്ക് വേണ്ടി ചേച്ചി ഫാസ്റ്റിംഗ് ചെയ്തിട്ട് എനിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്താണ് ഗൈസ്. എന്നിട്ട് ഇടയ്ക്ക് മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ചേച്ചി വേഗം വീട്ടിൽ പോയി ഫുഡ് ഉണ്ടാക്കിയിട്ട് വീണ്ടും ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അതാണ് ഡെഡിക്കേഷൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോവാണ്. ചേച്ചി താങ്ക് യു സോ മച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ടു, മുടി എല്ലാം നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ നോക്കാൻ മറക്കണ്ട. എന്നിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ഓക്കെ, ടാറ്റാ. അപ്പോൾ ഗൈസ്, ഞാൻ തിരിച്ച് വീട്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രവീൺ വിളിക്കാൻ വന്നില്ല, കാരണം ഞാൻ ഇച്ചിരി ലേറ്റായി. ഉച്ചയ്ക്കായിരുന്നു വീട്ടിൽ നിന്ന് പോയത്. പിന്നെ ഇതൊക്കെ ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കില്ലേ? അപ്പം അങ്ങനെ ലേറ്റ് ആയതുകൊണ്ട് പ്രവീൺ വന്നില്ല. അപ്പം ഞാനിവിടെ എത്തി. ഇതാണ് പിള്ളേരുടെ സ്കൂളാണ് കേട്ടോ, അങ്ങനെ എടുക്കാൻ പാടില്ല. ഓക്കെ, എനിവേ നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു
ബ്യൂട്ടി പാർലറിൽ പോയത്. കാരണം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആ ചേച്ചീനെ നേരത്തെ അറിയായിരുന്നു. അപ്പോൾ ചേച്ചി സ്വന്തമായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഐ തോട്ട് ഐ ഗിവ് എ ട്രൈ. നല്ലതായിരുന്നു. മറ്റേ പാർലറിനെ പോലൊന്നും അല്ല കേട്ടോ, വളരെ റീസണബിൾ പ്രൈസാണ് അവിടുത്തത്. ഓക്കെ, നല്ല ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ വെറുതെ പറയല്ല, എല്ലാവരും പോയി ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അവരുടെ ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക, പോയി ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾക്ക് നാളെ രാവിലെ എണീക്കണം. കാരണം നാളെ രാവിലെ ഒരു 9:30 10 മണി കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഉച്ചയ്ക്ക് 1:15 ഫ്ലൈറ്റ്. സോ ഇവിടുന്ന് അടുത്താണ്, നമ്മൾ ഇപ്പോൾ താമസിക്കുന്നതിൻ്റെ വീടിൻ്റെ അടുത്താണ്. സോ ഇനി വീട്ടിൽ ചെന്നിട്ട് എല്ലാം ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്യണം. എന്നിട്ട് രാവിലെ വീട്ടിൽ ഇറങ്ങണം. അപ്പം നമുക്കിനി നാട്ടിൽ പോകുന്ന വ്ളോഗിൽ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ഒക്കെ ചെയ്യണം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.